ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് പ്രൗഢമായ പരിസമാപ്തി. പുലർച്ചെ 3 മണിയോടെ നടന്ന വിശേഷാൽ ക്ഷേത്ര ചടങ്ങുകളോടെയാണ് സമാപന ദിവസത്തെ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. 6 മണിയോടെ ഭക്തരുടെ ഒരു കുടം പാലും പഴവും വഴിപാട് സമർപ്പണം നടന്നു. തുടർന്ന് നടന്ന കാഴ്ചശീവേലിയും അഭിഷേക കാവടി എഴുന്നള്ളിപ്പും ഭക്തി നിർഭരമായ കാഴ്ചയായി. ഉച്ചയ്ക്ക് 10 മണിയോടെ പുലാമന്തോൾ രുദ്ര ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷാൽ വരവ് ആരംഭിച്ചു. ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ കലാമണ്ഡലം ദേവരാജന്റെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം ആവേശം വിതറി. ഉച്ചതിരിഞ്ഞ് 2 മണിയോടെയാണ് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമായ മഹാരഥോത്സവത്തിന് തുടക്കമായത്. ഗജവീരന്മാരും പൂക്കാവടികളും തെയ്യം തിറകളും ശിങ്കാരിമേളവും അണിനിരന്ന ഘോഷയാത്രയിൽ ഭാരതപ്പുഴയോരത്തെ ഭക്തിയുടെ തേരിലേറ്റി ശ്രീമുരുകൻ എഴുന്നള്ളി. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിലുള്ള തായമ്പകയും നാദോപാസന ഭജൻസിന്റെ ആത്മനാദം പരിപാടിയും ഉത്സവത്തിന് മാറ്റുകൂട്ടി. പഴനിയാണ്ടവൻ ബാലയും വിവിധ പ്ലോട്ടുകളും ഘോഷയാത്രയ്ക്ക് പൊലിമയേകി. രാത്രി വൈകിയും തുടർന്ന ചടങ്ങുകൾക്ക് ശേഷം തൈപ്പൂയ രഥോത്സവത്തിന് ഔദ്യോഗികമായി സമാപനമായി. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. പാലൂർ തൈപ്പൂയ രഥോത്സവം 2026 ജനുവരി 26 മുതൽ ഫെബ്രുവരി 1 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ.